പുള്ളി 2-3 വർഷമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി നേരിട്ട് സംസാരിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് അവസരം കിട്ടി കഴിഞ്ഞ ദിവസം വേണ്ടാന്ന് തോന്നുന്നു. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തരൂർ അടിവരയിടുകയാണ്. എല്ലായിടത്തും ഭരണം പോയി കിടക്കുന്നു. BJP സർക്കാരിനെ മറികടക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അവർ. ശശി തരൂർ UN-ൽ ഒരു നല്ല പോസ്റ്റ് ഹോൾഡ് ചെയ്തിരുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പോലുള്ള നാട്ടിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്ര വശമല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം കോൺഗ്രസ് ജോയിൻ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കിട്ടിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പോലൊരു വ്യക്തി നേതൃത്വത്തിൻ്റെ മുമ്പോട്ട് വരുന്നതുകൊണ്ട് നാടിന് പ്രയോജനമേ ചെയ്യുള്ളൂ. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കോൺഗ്രസ്സിൽ അത്രയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സേവനം കോൺഗ്രസ്സുകാർക്ക് വേണ്ടായിരിക്കും. പുള്ളി 2-3 വർഷമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി നേരിട്ട് സംസാരിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് അവസരം കിട്ടി കഴിഞ്ഞ ദിവസം വേണ്ടാന്ന് തോന്നുന്നു. 3 വർഷമായിട്ട് പുള്ളി ഒരു നേരിട്ട് മുഖാമുഖ മീറ്റിംഗ് വെച്ചിട്ട്. രാഹുൽ ഗാന്ധി ഇപ്പം ഭരണപക്ഷമല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ഇത്രമാത്രം തിരക്കെന്താന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. 3 വർഷമായിട്ട് ഇദ്ദേഹത്തെ കാണാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പം അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ BJP സർക്കാരിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ ആണെങ്കിൽ തൻ്റെ താഴ്ത്തട്ടിലുള്ള ഓരോരുത്തരെയും കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു മൈൻഡുള്ള ആളാണ്. കോൺഗ്രസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഉയർന്ന തട്ടിൽ നിന്ന് താഴോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തമ്മിലുള്ള ഉടക്കോട് കണ്ടവാനാണ്. ഇതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ കാര്യമാണ്. പക്ഷേ വാർത്തയെ വന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിനോടോ മാർക്സിസ്റ്റിനോടോ BJPയോടോ ഒന്നും പ്രത്യേകിച്ച് താല്പര്യമില്ല. കാരണം എല്ലാവരും കണക്കാണ്. ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ വാർത്തകളിൽ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസിനോടൊരു ബായ് പറയാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചവിട്ടുന്നതാണല്ലോ രാഷ്ട്രീയത്തിലെ കളികൾ. ശാശ്വതമായ ശത്രുക്കളില്ലെന്നല്ലേ രാഷ്ട്രീയത്തിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഡോക്ടർ സരിൻ കോൺഗ്രസ്സിലായിരുന്നു, മാർക്സിസ്റ്റിലോട്ട് പോയി. BJPയിലുണ്ടായിരുന്ന സന്ദീപ്, അദ്ദേഹം കോൺഗ്രസ്സിലോട്ട് മാറി. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മാറി മനസ്സിലാകാത്തൊരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പം അവരവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടി ജയ് വിളിച്ചു ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തെറി പറഞ്ഞവരൊക്കെ ഇനി ഇവരെ തിരിച്ചു തെറി പറയേണ്ട അവസ്ഥയിലോട്ടെത്തുമല്ലോ. ഇപ്പോൾ ഡോക്ടർ സരിൻ്റെ ആണല്ലോ ആലോചിച്ച് എനിക്ക്. കോൺഗ്രസ് നിൽക്കുമ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ പുള്ളിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഇഷ്യൂസും പുള്ളിയുടെ വൈഫിനൊക്കെ ഉണ്ടായി. പിന്നീട് മാർക്സിസ്റ്റോട്ട് കയറിപ്പോൾ ഇവരെല്ലാം കൂട്ടുകാരായി. ഇത് ഭയങ്കര ഒരു കോമഡിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ നിൽക്കാൻ നല്ല തൊലിക്കെട്ടി വേണം എന്ന് പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്. നമ്മുടെ PC ജോർജിനോട് ചോദിച്ചത് പുള്ളിയൊക്കെ കളിച്ചിരിക്കുന്ന കളി എന്താ, ചെറുപ്പം മുതൽക്ക് കാണുന്നല്ലേ, ഇങ്ങോട്ട് മറിച്ചോട്ടെ അങ്ങോട്ട്. കോൺഗ്രസ്, മാർക്സിസ്റ്റ്, BJP, ഇനി പുതിയ വേറെ ഏതൊക്കെ, ഇനി ആം ആദ്മി വന്നാൽ ചിലപ്പം പുള്ളി PC ജോർജ് ആം ആദ്മിയുടെ ഹെഡായിട്ട് കേരളത്തിൽ ചിലപ്പം മുന്നോട്ട് വരാൻ പറയാൻ പറ്റില്ല. PC അല്ലേ. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ തന്റെ മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് പറയുന്നു ശശി തരൂർ. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരും. ദേശീയ തലത്തിൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. ഘടകകക്ഷികൾ തൃപ്തരല്ല. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ. വിനുരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനുരാജ്, ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ തരൂർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും പൊളിറ്റിക്കൽ ബോംബാണെന്ന് പറയാം ഈ പശ്ചാത്തലത്തിൽ. കാരണം രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച് ശശി തരൂർ മെരുങ്ങി എന്നാണ് കരുതിയെങ്കിൽ വിയോജിക്കുക മാത്രമല്ല ഒരു അൾട്ടിമേറ്റം നൽകിയിരിക്കുകയാണ് പാർട്ടിക്ക്. തീർച്ചയായും സുരേഷ്, രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശശി തരൂർ മെരുങ്ങി എന്നുള്ളത് പുറത്തേക്ക് വന്ന മെസ്സേജുകൾ മാത്രമാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അപ്പോഴും ചില സൂചനകൾ ഉണ്ടായിരുന്നു. ആ ചർച്ച പൂർണ്ണ സമവായത്തിലല്ല പിരിഞ്ഞത് എന്നത് സംബന്ധിച്ച് ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും തനിക്ക് കൂടുതൽ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ നൽകണം എന്ന് തരൂർ ആ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ സാധൂകരിക്കും വിധമാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്ന ഈ അഭിമുഖത്തിൽ ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് തനിക്ക്, അതായത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വഴികളുണ്ട് എന്നുള്ളതാണ്. ആ വഴികൾ എന്ത് എന്നുള്ള ചോദ്യത്തോട് അദ്ദേഹം പറയുന്നത് വ്യക്തമായി, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അദ്ദേഹം മാറുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് താൻ എഴുത്തുകാരനാണ്, അതോടൊപ്പം തന്നെ പ്രസംഗിക്കാനുള്ള തനിക്ക് കഴിവുണ്ട്, അങ്ങനെ പല വഴികളും തന്റെ മുമ്പിലുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തരൂർ അടിവരയിടുകയാണ്. ദേശീയ തലത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് 19% വോട്ട് ഷെയർ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. 26% വോട്ട് ഷെയർ എങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ ദേശീയ തലത്തിൽ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി പറയുന്ന 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, 4 തവണ തിരുവനന്തപുരത്ത് താൻ തുടർ വിജയം തേടുന്നത് കോൺഗ്രസിന് കിട്ടുന്ന പരമ്പരാഗത വോട്ടുകൾക്ക് പുറത്ത് വോട്ട് സമാഹരിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വിധേയനായി മാത്രമേ തരൂർ ജീവിക്കാവൂ എന്ന് പാർട്ടി നേതൃത്വം നിഷ്കർഷിക്കുമ്പോൾ പാർട്ടിക്ക് അപ്പുറത്തേക്കുള്ള തന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിന്റെ തെളിവാണ് 4 തവണയുള്ള തന്റെ തുടർ വിജയം. 2 തവണ തോൽവി ഉണ്ടായ കേരളത്തിൽ നിലവിലെ നേതൃത്വമോ നിലവിലെ ശൈലി കൊണ്ട് വിജയിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കണമെങ്കിൽ പരമ്പരാഗതമായി കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്യുന്നവരെക്കാട്ടിൽ കൂടുതൽ പേരെ ആകർഷിക്കണം. അതിന് കഴിയുന്ന ഒരാൾ താനാണ്. തനിക്കതിന് കഴിയും, പക്ഷേ തന്നെ അതിന് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്റെ മുമ്പിൽ മറ്റു വഴികളുണ്ട്. ഇത് കേരളത്തിൽ ഒതുങ്ങുന്നില്ല. ഇപ്പൊ ബിന്നാജ് പറഞ്ഞ പോലെ 19% വോട്ട് കിട്ടുന്ന ദേശീയ തലത്തിൽ ഒരു 26-27% ആ വോട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ
കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയണം. ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ ഇപ്പോഴുള്ള നേതൃത്വത്തെ ഒരു പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ തന്റെ മികവ് കാണാത്ത അന്ധതയിൽ ചൂണ്ടി രൂക്ഷമായ വിമർശനവും താക്കീത് സ്വരത്തിലുള്ള അഭിപ്രായവുമല്ലേ അത്? തീർച്ചയായും സുരേഷ്, ഈ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന പല സ്വതന്ത്ര ഏജൻസികളും ഇതിനോടകം പല സർവേകളും നടത്തി. ആ സർവേകളുടെ ഫലം തന്റെ മുമ്പിലുണ്ട് എന്ന് തരൂർ പറഞ്ഞിരിക്കുന്നു. ആ സർവേകളിൽ ചൂണ്ടിക്കാട്ടുന്നത് നേതൃപദവിക്ക് താനും യോഗ്യനാണ് എന്നുള്ളതാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നേതൃപദവിക്ക്, ആ ലീഡർഷിപ്പിന് തനിക്കും ഒരു സ്റ്റേക്ക് ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ സുരേഷ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ കോൺഗ്രസിന് പുറത്ത് വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തുടർച്ചയായി 4 തവണ താൻ തിരുവനന്തപുരത്ത് ജയിച്ചു വന്നത് കോൺഗ്രസുകാരുടെ മാത്രം വോട്ട് കൊണ്ടല്ല എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിർണായകമായ ഒരു റോൾ തനിക്ക് വേണം എന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വ്യക്തമാക്കുന്ന പല ഘടകകക്ഷികളും തന്റെ അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നേതൃപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പല ഘടകകക്ഷികളും തന്റെ തന്നെ അഭിപ്രായത്തോട് നിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികളും ഇപ്പോഴത്തെ പോക്കിൽ തൃപ്തരല്ല എന്ന് തരൂർ പറയുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് തന്നെ ഇപ്പോഴത്തെ ഈ കോൺഗ്രസിലെ തമ്മിലടിയിൽ കടുത്ത അതിർത്തി രേഖപ്പെടുത്തുകയും അവർ ദേശീയ തലത്തിൽ ഹൈക്കമാൻഡിനെ കാണാനുള്ള ഒരു താല്പര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും തരൂരും അവരുടെ വാദം ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. ഒരു നേതൃദാരിദ്ര്യം വലിയ രീതിയിൽ നേതൃദാരിദ്ര്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്. താൻ എന്ത് പറയണം, താൻ എന്ത് എഴുതണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയല്ല എന്ന് തരൂർ പറഞ്ഞു വെക്കുകയാണ്. തനിക്ക് വോട്ട് ചെയ്ത ജനം തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ താൻ അത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. നാരോ മൈൻഡഡ് പാർട്ടി നേതാവല്ല താനെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വളരെ സങ്കുചിതമായ രീതിയിൽ ഇപ്പോഴത്തെ നേതാക്കൾ ചിന്തിക്കുന്ന രീതിയിൽ തനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. വിശദമായി തന്നെ തനിക്ക് ഓരോ വിഷയത്തിലും ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ടും പുറത്തുമുള്ള വിഷയങ്ങളിൽ തനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ പുറത്താണ് താൻ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന് തരൂർ അടിവരയിടുകയാണ്. മോദിയുടെ സന്ദർശനമായാലും കേരളത്തിന്റെ വ്യവസായ പുരോഗതിയാണെങ്കിലും താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടിയാണ് തരൂർ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത്. പാർട്ടി പിടിച്ചു വരട്ടിയാൽ ഒതുങ്ങുന്നവനല്ല താനെന്നാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും പറഞ്ഞതുകൊണ്ടാണ് താൻ പാർട്ടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം യുഎന്നിലേക്ക് അദ്ദേഹം എത്തുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും അദ്ദേഹം സജീവമാകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ബിൻരാജ്. അദ്ദേഹം അമേരിക്കയിൽ സുഖമായി കഴിഞ്ഞിരുന്ന കാലത്ത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ വിളിച്ചാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കൂടി ആ അർത്ഥത്തിൽ ആ നേതൃനിരയിൽ എൻഡോസ് ചെയ്യുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ നേതൃത്വത്തിന് പക്വതയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ശശി തരൂരിന്റെ മനസ്സിലെന്നുള്ളത് വ്യക്തമാണ്. ഞാൻ രാജിലേക്ക് വരാം. കെ ജി കമലേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കമലേഷ്, തരൂർ ഒരു തലവേദനയായി മാറി. തരൂരിനെ തിരുത്താനോ വഴക്കു പറയാനോ ശകാരിക്കാനോ ഞങ്ങൾ പ്രാപ്തരല്ല എന്ന് പറഞ്ഞ് കൈമടക്കിയിരിക്കുമ്പോഴാണ് ദേശീയ മാധ്യമത്തിലൂടെ അടുത്ത വലിയ ബോംബിട്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ നേതാക്കൾ ആരെങ്കിലും ഇത് വായിച്ചോ? പ്രതികരണം വല്ലതും വന്നോ? നമ്മുടെ നേതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തരൂർ ഉടക്കി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇത് തരൂർ പറഞ്ഞതൊരു റിയാലിറ്റിയാണ്, സത്യമാണ്. ദേശീയ തലത്തിലായാലും ഒറ്റ കാര്യം കമലേഷ്, തരൂരിന്റെ ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കണം. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെ ആക്കണമെന്നല്ലേ തരൂർ പറയുന്നത്? അതിനപ്പുറത്തേക്ക് തരൂർ ഇപ്പോൾ തന്നെ പാർട്ടി വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മാറുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്താണ് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ നേതൃദാരിദ്ര്യമുണ്ട്, നേതൃതലത്തിൽ അടിയുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു തിരുത്താനാണെങ്കിൽ ഒരു മാധ്യമത്തിൽ ഒരു അഭിമുഖം നൽകി തനിക്ക് വേറെ വഴിയുണ്ടെന്ന് പറയുന്നത് തന്നെ സൂചിപ്പിക്കുന്നത് പുറത്തേക്ക് തരൂർ പോവുകയാണെന്നുള്ള സംശയം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. നന്നാക്കാനല്ല ഈ വിമർശനം എന്ന് അവർ കരുതുന്നു. പ്രത്യേകിച്ചും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സ്റ്റാർട്ടപ്പുകളുടെയും വ്യവസായ മേഖലയും നേട്ടം എന്നുള്ള കാര്യത്തിൽ ഒരു തിരുത്ത് പോലും ശശി തരൂർ ഇതുവരെ നടത്തിയിട്ടില്ല. അത് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ശശി തരൂരിന് ഇനി എന്താണ് പൊസിഷൻ എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ഇപ്പോൾ ശശി തരൂർ കോട്ട് ചെയ്ത രമേശ് ചെന്നിത്തല അടക്കം അത്രയും പാർട്ടിയിൽ സീനിയോറിറ്റിയുള്ള നേതാക്കളെ മറികടന്നുകൊണ്ടാണ് CWC സ്ഥിരാംഗമാക്കി ശശി തരൂരിനെ വെക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളൊരു പൊസിഷൻ കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും വെക്കാറില്ല. അത് നേരത്തെ വെച്ച് പോകണമെന്നൊക്കെ ശശി തരൂർ പറയുന്നത് മറ്റെന്തോ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള സംശയം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെയുണ്ട്. ഈ അഭിമുഖം കൂടി പുറത്തു വരുമ്പോൾ അത് അവർ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ പരസ്യമായി ഒരു നേതാവും ശശി തരൂരിനെ തള്ളി പറയാൻ സാധ്യതയില്ല. കേരള നേതാക്കൾ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് പോകാൻ തന്നെയായിരിക്കും ഇതിലും സാധ്യത. പക്ഷേ ഇത് കുറെ കൂടി കടുത്ത നിലപാടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇനി ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോളൊക്കെ പറഞ്ഞത് എല്ലാം സെറ്റിൽ ചെയ്തു, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് നേതൃത്വത്തെ പരസ്യമായി വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുമ്പോൾ അതങ്ങനെ നോക്കി നിൽക്കാൻ നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വം അത്ര സ്ട്രോങ് അല്ല കേരളത്തിൽ. സത്യമാണ്, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറച്ചുകൂടി ഒരു സ്ട്രോങ് ലീഡർ എന്നുള്ളൊരു ഇത് എല്ലാവരും മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ആൾ മോശമായോണ്ടല്ല പറഞ്ഞത്, കുറച്ചുകൂടെ സ്ട്രോങ് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് അങ്ങനെ മുമ്പോട്ട് വെക്കാൻ. ശശി തരൂർ തന്നെ സ്വയം എന്നെ ഒരു ബ്രാൻഡാക്കൂ പറയുന്നുണ്ടെങ്കിലും തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മാതാവുമാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. എല്ലായിടത്തും ഭരണം പോയി കിടക്കുന്നു. BJP സർക്കാരിനെ മറികടക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അവർ.
അപ്പുറത്ത് മോദി ഒരു വലിയ ബ്രാൻഡി, നരേന്ദ്രമോദിയൊക്കെ മറികടന്ന് കോൺഗ്രസ് ഭരണത്തിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രഗിളിംഗ് ആണ്. ബുദ്ധിയുള്ള മനുഷ്യനാണ്, നല്ല കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹം നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം രക്ഷപ്പെടും. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി യുവാക്കൾക്കിടയിലും ഒക്കെ നല്ലോണം സ്പ്രെഡായിട്ട് പുള്ളിക്ക് ആ ഒരു പബ്ലിസിറ്റി ഉണ്ട് തന്നെ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആക്കാൻ തെറ്റില്ല, പക്ഷേ ഇവിടെ ചെറുപ്പം മുതൽക്ക് രാഷ്ട്രീയം കളിച്ചു വരുന്നവരുണ്ടല്ലോ, അപ്പം അവർക്കൊക്കെ അത് അത്ര അക്സെപ്റ്റബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരാൾ വന്ന് മണ്ണും ചാരി നിന്നും പെണ്ണേം കൊണ്ട് പോകാന്നൊക്കെ പറയുന്ന പോലെ അതായിരിക്കും കോൺഗ്രസ്സുകാരുടെ ചിന്താഗതി. അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പം പെട്ടെന്നൊരാൾ വന്ന് അങ്ങനെ ശശിയുടെ ആഗ്രഹങ്ങൾ പൂർണ്ണ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഏകദേശം ശശി തരൂർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അതിപ്പോൾ ഏത് പാർട്ടിയിൽ നിന്നാലും, ഇപ്പോൾ BJPയിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും മാർക്സിസ്റ്റിലാണെങ്കിലും ശശി തരൂർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ ബേസിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. പുരോഗതിയാണ്, സ്റ്റേറ്റിൻ്റെ പുരോഗതി, കൺട്രിയുടെ പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം, അല്ലാതെ ആ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ പുരോഗതി, സ്റ്റേറ്റിന് എങ്ങനെ ഈ പൊളിറ്റിക്കൽ പാർട്ടി പ്രയോജനം ചെയ്യും. ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ നിലനിൽക്കുമ്പം ആ പാർട്ടിയും കൊണ്ട് നമ്മുടെ സ്റ്റേറ്റിനെ എങ്ങനെ പുരോഗതിയിലെത്തിക്കാം, നമ്മുടെ കൺട്രിയിലെ യുവാക്കളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇനിയുള്ള യുവാക്കളെല്ലാം ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യിക്കാൻ പറ്റുമോ, കൺട്രിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റിൻ്റെ ഈ സിറ്റുവേഷൻ, സ്ട്രഗിൾ ചെയ്യുന്ന ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ മാറ്റിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് അദ്ദേഹത്തെ പോലുള്ളവർ വരുമ്പം ചിന്തിക്കുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. നമുക്കറിയാം ഇവിടെ സീറ്റിന് വേണ്ടിയുള്ള കടിപിടിയല്ലേ കോൺഗ്രസ് നടക്കുന്നത്. അവനാണോ ഞാനാണോ നീയാണോ അങ്ങനെയുള്ളൊരു സ്ട്രഗിളിങ് എപ്പോഴും ഉണ്ട്. അതിപ്പം കോൺഗ്രസ് ഉണ്ട്, ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി എടുത്താൽ അവിടെ ഉണ്ട്. BJPയിൽ പിന്നെ അങ്ങനെ അത്രയും വലുതായിട്ട്, കാരണം BJP ഇവിടെ വലിയൊരു സ്ഥാനം പിടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ആഗ്രഹം തന്നെ MLA ആണ്, MP ആണ്, മന്ത്രിയാണ്, ഇതൊക്കെ തന്നെയല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും കൂടെ ആകാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് ബുദ്ധിയും വിവേചനവും കരുക്കൾ നീക്കാൻ കഴിവുള്ളവൻ നേതൃത്വത്തിലോട്ട് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.